തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖയും വി കെ പ്രശാന്ത് എം എൽ എയും തമ്മിൽ നെയിം ബോർഡിൻ്റെ പേരിലും പോരാ. ആദ്യം വാടക മുറി ഒഴിയുന്നതിൻ്റെ പേരിലായിരുന്നു പോരെങ്കിൽ ഇപ്പോൾ വെച്ച നെയിം ബോർഡിൻ്റെ പേരിലാണ്. വി കെ പ്രശാന്ത് എം എൽ എയുടെ നെയിം ബോർഡിന് മുകളിൽ ആർ ശ്രീലേഖ തൻ്റെ പേരിൻ്റെ നെയിം ബോർഡ് സ്ഥാപിച്ചു. നെയിം ബോർഡിൻ്റെ ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവച്ചു. ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. ഞാൻ വട്ടിയൂർക്കാവ് എം എൽ എയുടെ ഓഫീസ് അതിക്രമിച്ച അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട്. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? എന്തായാലും ആർ ശ്രീലേഖയുടെ ബോർഡ് വി കെ പ്രശാന്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട ദൃശ്യം പ്രേക്ഷകർ കണ്ടല്ലോ. ഇനി ഈ നെയിം ബോർഡിൻ്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ഭയം. MG പ്രതീഷ് ഈ സംഭവ സ്ഥലത്ത് ശാസ്തമംഗലത്താണ് ഈ ബോർഡ് ഇങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നത്. ശാസ്തമംഗലത്ത് നിന്നും ചേരുന്നു. പറയൂ പ്രതീഷ്. SKN ആർ ശ്രീലേഖയും വി കെ പ്രശാന്തുമായുള്ള ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. വലിയ തരത്തിൽ ഒരു പ്രതിഷേധമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ നെയിം ബോർഡ് ആർ ശ്രീലേഖ സ്ഥാപിച്ചതായി ഫേസ്ബുക്കിൽ തന്നെ ആർ ശ്രീലേഖ അറിയിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ശാസ്തമംഗലത്തെ MLA യുടെയും കൗൺസിലറുടെയും ഓഫീസിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് MLA ഓഫീസിലേക്കും ആർ ശ്രീലേഖയുടെ കൗൺസിലർ ഓഫീസിലേക്കും കടക്കുന്ന പ്രധാനപ്പെട്ട എൻട്രൻസ്. അവിടെയാണ് ഇപ്പോൾ 2 നെയിം ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നേരത്തെ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവ് MLA എന്നുള്ള നെയിം ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. അതിന് മുകളിലാണ് ഇപ്പോൾ ആർ ശ്രീലേഖ വാർഡ് കൗൺസിലർ എന്നുള്ള നെയിം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഓഫീസ് മുറിയുമായി ബന്ധപ്പെട്ടായിരുന്നു ആർ ശ്രീലേഖയും വി കെ പ്രശാന്തും തമ്മിൽ തർക്കമുണ്ടായിരുന്നത്. തനിക്ക് ഈ കൗൺസിലർ മുറിയിൽ അസൗകര്യങ്ങളുണ്ട്, വലിയ സൗകര്യങ്ങളില്ല, അതുകൊണ്ട് തന്നെ വി കെ പ്രശാന്ത് MLA ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന ആർ ശ്രീലേഖ നടത്തിയതാണ് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചത്. താൻ വാടക കൊടുക്കാറുണ്ട് എന്നും താൻ അത് ഒഴിയില്ല എന്നുള്ള ഒരു നിലപാട് വി കെ പ്രശാന്ത് എടുത്തതോടുകൂടിയാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുകയും പിന്നീട് ആർ ശ്രീലേഖ ഇവിടെ എത്തുകയും വി കെ പ്രശാന്തുമായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ്റെ ഒരു നിലപാട് എടുക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലാണ് കൗൺസിലറും MLA-യും ആ ഒരു തർക്കം അവസാനിപ്പിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ ഉൾപ്പെടെ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല. പക്ഷേ അതിനിടയിലാണ് ആർ ശ്രീലേഖയ്ക്കെതിരെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം ഒരു പരാതി പോകുന്നത്. അത് ഒരു കുളത്തൂരിലുള്ള അഭിഭാഷകൻ ജയ്സിംഗ് നൽകിയ പരാതിയാണ്. അതിൽ MLA ഓഫീസിൽ ആർ ശ്രീലേഖ അതിക്രമിച്ച് കയറിയെന്നും അത്തരത്തിൽ അതിനെതിരെ നടപടി എടുക്കണമെന്നുമായിരുന്നു ആ പരാതിയിൽ ഉണ്ടായിരുന്നത്. ഒരു സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ അതിനുള്ള വിശദീകരണവും ആർ ശ്രീലേഖ ഇന്ന് നടത്തിയിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീൽ തനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നും താൻ MLA ഓഫീസിൽ അതിക്രമിച്ച് കയറിയെന്നുമാണ് ആ പരാതിയിൽ പറയുന്നത്. ആ പരാതി മുഖ്യമന്ത്രി തുടർ നടപടികൾക്കായി DGPക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് കൂടി ശ്രീലേഖ പറയുന്നുണ്ട്. ഒപ്പം അതിനുള്ള ഒരു പരിഹാസമായി മറുപടിയായി ശ്രീലേഖ പറയുന്നത് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുന്നുവെന്നാണ് ഇതിന് പറയുന്നത് എന്നതാണ്. ആ പരിഹാസത്തോടു കൂടി ശ്രീലേഖ അതിന് മറുപടി നൽകിയിരിക്കുന്നത്. ഒപ്പം ആ പോസ്റ്റിൽ ആണ് ഈ പുതിയ നെയിം ബോർഡിന്റെ കാര്യം കൂടി, അല്ലെങ്കിൽ ആ നെയിം ബോർഡിന്റെ ചിത്രം കൂടി ആർ ശ്രീലേഖ പങ്കുവച്ചിരിക്കുന്നത്. വി കെ പ്രശാന്ത് MLA നേരത്തെ സ്ഥാപിച്ച നെയിം ബോർഡിന് തൊട്ട് മുകളിലായി തൻ്റെ പേര് ആർ ശ്രീലേഖ വാർഡ് കൗൺസിലർ ശാസ്തമംഗലം എന്നുള്ള നെയിം ബോർഡ് കൂടി സ്ഥാപിച്ചുകൊണ്ടാണ് അതിനൊരു മറുപടി ആർ ശ്രീലേഖ ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകിയിരിക്കുന്നത്. SKN. താങ്ക് യു. നീ കുറച്ചു കാലം ശാസ്തമംഗലത്ത് ഈ നെയിം ബോർഡിന്റെ പേരുള്ള പോരാട്ടമായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.